به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ആദം അലൈഹിസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം കിട്ടിയ കൽപ്പന ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. വന്നെത്തുന്ന ഹുദക്കനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ദുഃഖമോ ഭയമോ ഇല്ലാതെ ജീവിക്കാൻ സാധിക്കുമെന്നാണ്. ഈ ഒരു തത്വം മനുഷ്യർ മറന്നുപോകുമ്പോഴൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല കാരുണ്യത്താൽ പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. എന്തിനാണ് പ്രവാചകന്മാരെ അയച്ചത്? വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ, എല്ലാ സമുദായത്തിലേക്കും ഞാൻ പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. അൻ ഇഅ്ബുദുല്ലാഹ്, അല്ലാഹുവിനെ ആരാധിക്കണമെന്ന് പറയാൻ, വജ്തനിബുത് താഗൂത്ത്, ദുർമൂർത്തികളെ വെടിഞ്ഞ് ജീവിക്കണമെന്ന് പറയാം. എന്തിനാണ് ഈ ലോകത്തെ അനുഗ്രഹങ്ങളെന്ന് സൂറത്തുൽ ഫുർഖാനിലൂടെ അല്ലാഹു തആല നമ്മളെ തെര്യപ്പെടുത്തുന്നുണ്ട്. വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാര ഖിൽഫതൻ ലിമൻ അറാദ അൻ യദ്ദക്കറ വഅറാദ ശുകൂറ. അവൻ തന്നെയാണ് രാവുകളെ പകലാക്കി മാറ്റുന്നതും പകലിനെ രാവാക്കി മാറി മാറി വരുന്നതാക്കിയവൻ. ആലോചിച്ച് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുകയോ നന്ദി കാണിക്കാൻ ഉദ്ദേശിക്കുകയോ ചെയ്യുന്നവർക്ക് ദൃഷ്ടാന്തങ്ങളായിട്ട് ഈ ലോകത്തെ മുഴുവൻ ദൃഷ്ടാന്തങ്ങളും ചൂണ്ടുന്നത് അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചും അവന് നന്ദി ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അവനെക്കുറിച്ച് ചിന്തിക്കാനുമൊക്കെയാണ് നമ്മളോട് ഓരോ ആയത്തും കൽപ്പിക്കുന്നത്. ആർക്കു വേണ്ടിയാണ് രാവും പകലും മാറി മാറി വരുന്നത്? ആർക്കു വേണ്ടിയാണ് സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും? ആർക്കു വേണ്ടിയാണ് ഈ മഹാപ്രപഞ്ചം സംവിധാനിച്ചത്? അതാണ് ആ ആയത്തിൻ്റെ വിവക്ഷ. നമുക്ക് വേണ്ടി. നമ്മൾ നന്ദി ചെയ്യുന്നുണ്ടോ എന്നറിയാൻ, നമ്മൾ നന്ദികേട് കാണിക്കുന്നുണ്ടോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി, അള്ളാഹുവിനെ നന്ദി കാണിച്ച് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടിയാണ് ആ ഒരു ദൃഷ്ടാന്തങ്ങൾ വരുന്നത്. അള്ളാഹു ജീവിതം തന്നത് ആർത്തട്ടഹസിച്ച് ജീവിക്കാനല്ല, മറിച്ച് അള്ളാഹുവിനെ സ്മരിച്ച് ജീവിക്കാനാണ്. കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുക എന്നത്
മനുഷ്യരോടായാലും അള്ളാഹുവിനോടായാലും അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇവിടെ പരീക്ഷണമുണ്ട്. വലനബുലുവന്നക്കും, നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിശൈഇൻ, ചില കാര്യങ്ങളെ കൊണ്ട്, മിനൽ ഖൗഫ്, ഭയം കൊണ്ട് പരീക്ഷിക്കും, വൽജൂ, വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും, വനഖ്സിൻ മിനൽ അംവാൽ, ധനം കുറച്ചുകൊണ്ട് പരീക്ഷിക്കും, വല്ലംഫുസ്, ആളുകളെ മരിപ്പിച്ചുകൊണ്ട് പരീക്ഷിക്കും, വസ്തമറാത്ത്, ഫലവൃക്ഷങ്ങൾ നശിപ്പിച്ചുകൊണ്ട് പരീക്ഷിക്കും, വബശ്ശിരിസ് സ്വാബിരീൻ, ക്ഷമിക്കുന്നവർക്കാണ് സന്തോഷ വാർത്തയുള്ളത്. ഏതേത് പരീക്ഷണമാകട്ടെ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രതിഫലം തരുമെന്നും അതിൻ്റെ വിധിയിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണെന്ന് വിചാരിക്കുന്നവന് എന്തു നഷ്ടം ഈ ലോകത്തു നിന്ന് വന്നാലും ആ നഷ്ടം അവൻ അനുഭവപ്പെടുകയില്ല. അതിൻ്റെ ടെൻഷൻ അവന് വന്ന് കയറുകയില്ല. ജീവിതത്തിൽ പലതരം പരീക്ഷണങ്ങൾ കടന്നു വരും. ആരോഗ്യവാന്മാരാണ് നമ്മളൊക്കെ. ഏതു സമയത്താണ് ഒരു ടെസ്റ്റ് പോസിറ്റീവായി 4th സ്റ്റേജ് ക്യാൻസറിലേക്കോ, ടെസ്റ്റ് പോസിറ്റീവായി ഒരു കിഡ്നി ഫെയിലിയറിലേക്കോ, അല്ലെങ്കിൽ അവൻ്റെ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്കോ ഒരു റിസൾട്ടിന് വേണ്ടി കാത്തിരുന്ന് അത് ഒരു ഡോക്ടറുടെ മുഖത്തു നിന്ന് കേൾക്കേണ്ട അവസ്ഥ എപ്പോൾ വരുമെന്ന് ആർക്കും പ്രവചിക്കാൻ സാധിക്കുകയില്ല. അല്ലദീന ഇദാ അസാബതുഹും മുസീബ, ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ട്, ഒരു ബാധ നിങ്ങളെ ബാധിച്ചാൽ ഖാലൂ, നിങ്ങൾ പറയും, നം ഇന്നാ ലില്ലാഹ്, നിശ്ചയം ഞാൻ അല്ലാഹുവിനുള്ളതാണ്, വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുവിലേക്കാണ് എൻ്റെ മടക്കമെന്ന് അവൻ പറയണമെന്ന് ഖുർആൻ നമ്മോട് കൽപ്പിക്കുന്നുണ്ട്. ഇതാണ് മുസ്ലിം ഉമ്മത്തിൻ്റെ ജീവിതത്തിൽ അല്ലാഹുവിനുള്ള സ്ഥാനം. ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം കൊടുത്തിട്ടില്ലെങ്കിൽ വരേണ്ട പ്രയാസങ്ങളൊക്കെ നമുക്ക് വന്നു ചേരും. അല്ലാഹുവിന് അവർ ഗാംഭീര്യം നൽകുന്നില്ല. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, അള്ളാഹുവിന് കൊടുക്കേണ്ടത്ര പ്രാധാന്യം കൊടുക്കാതെ, ഗാംഭീര്യം കൊടുക്കാതെ ജീവിക്കുന്നുണ്ടോ അവന് ഈ ലോകത്തും പരലോകത്തും വലിയ നഷ്ടം വന്നു ചേരും. എല്ലാ പ്രശ്നങ്ങളിലും നമുക്ക് പരിഹാരമേകുന്നവൻ അള്ളാഹു മാത്രമാണ്. നമ്മുടെ ഉമ്മക്ക് പരിഹരിക്കാൻ കഴിയണമെങ്കിൽ ഉമ്മക്ക് തൗഫീക്ക് വേണം. ഉപ്പക്ക് പരിഹരിക്കാൻ കഴിയണമെങ്കിൽ ഉപ്പക്ക് തൗഫീക്ക് വേണം. ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടർക്ക് പരിഹരിക്കാൻ കഴിയണമെങ്കിൽ ആ ഡോക്ടർക്ക് പരിഹരിക്കാനുള്ള തൗഫീക്ക് ആര് കൊടുക്കണം? അല്ലാഹു തആല കൊടുക്കണം. ആ തൗഫീക്കിനെയാണ് നമ്മൾ തവക്കുൽ ചെയ്യേണ്ടത്. അള്ളാഹുവിന് യാതൊരു മഹത്വവും കൽപ്പിക്കാതെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലേക്ക് പലരും മുഖം തിരിക്കുന്നുണ്ട്. നീചമാണത്, നികൃഷ്ടമാണത്, ചീത്ത കാര്യമാണ്. അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത ശിർക്കാണത്. നിങ്ങൾ എന്തിനാണ് അള്ളാഹുവിലേക്ക് ഒരു ഇടയാളനെ കൊണ്ടുവരുന്നത്? അള്ളാഹുവോട് നേരിട്ട് ചോദിച്ചാൽ പോരെ എന്ന ചോദ്യം കേൾക്കുമ്പോൾ അസഹിഷ്ണുത തിളച്ചു വരുന്നു. ആർക്ക്? വേറെ ഏതെങ്കിലും സമുദായത്തിനല്ല, മുസ്ലിം ഉമ്മത്തിനു തന്നെ. നബി കുടുംബത്തിലെ അംഗമാണ് എന്ന് വാദിക്കുന്ന ഒരു വ്യക്തി മരിച്ചാൽ ഖബറായി, ഖബറോത്തായി, ജാരമായി, പ്രാർത്ഥനയായി, ആരാധനയായി, അയാളിൽ തവക്കുൽ ചെയ്യലായി. നീചമായ, നികൃഷ്ടമായ കാര്യമാണ്. അള്ളാഹുവിനെ കുറച്ചു കാണുന്ന കാര്യമാണത്. എന്നാൽ അള്ളാഹുവും അവൻ്റെ കൂടെ മറ്റു ചിലരും എന്ന് പറയുമ്പോൾ പറയുന്ന ഒരു വിഭാഗമുണ്ട്. അമ്മയുജീബുൽ മുദ്തറ ഇലാ ദആഹു വയക്ഷിഫുസ് സൂഅ വയജഅലകും ഖുലഫാഅൽ അർദ് അഇലാഹും മഅല്ലാഹ് ഖലീലൻ മാ തദക്കറുൻ. അഥവാ കഷ്ടപ്പെട്ടവൻ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു അവന് ഉത്തരം നൽകും, വിഷമം നീക്കിക്കൊടുക്കും, നിങ്ങളെ ഭൂമിയിലെ പ്രതിനിധികളാക്കുകയും ചെയ്യുന്നവൻ അതാരാണ്? നിങ്ങളുടെ ദൈവങ്ങളാണോ അതോ സാക്ഷാൽ അള്ളാഹുവാണോ എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. അള്ളാഹുവോടൊപ്പം വേറെ വല്ല ആരാധ്യനുമുണ്ടോ? കുറച്ചു മാത്രമേ അവർ മനസ്സിലാക്കുന്നുള്ളൂ. അയ്യിലാഹും മഅല്ലാഹ്. ഖുർആനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗാംഭീര്യം നിറഞ്ഞ ഒരു ചോദ്യമാണ്. അല്ലാഹു അല്ലാതെ വേറെ ഒരു ഇലാഹു ഇല്ലല്ലോ ഈ ലോകത്തങ്ങനെ ഒരു ഇലാഹ്. നിങ്ങൾക്ക് അല്ലാഹു പോലെ എന്ന ചോദ്യം. അലൈസല്ലാഹ് ബികാഫിൻ അബ്ദ, ഒരടിമക്ക്, അള്ളാഹുവിൻ്റെ ഒരടിമക്ക് അള്ളാഹു പോലെ. അതിൻ്റെ പുറമെ ആരെയെങ്കിലും ഖബറിനെ വിളിച്ച് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? മയ്യത്തിനെ വിളിച്ച് പൂജിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ചെയ്യുന്നവർ ഇസ്ലാമിൻ്റെ പുറത്താണെന്ന് മനസ്സിലാക്കണം. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. കാരണം അങ്ങനെ ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, അതിനെതിരായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുമുണ്ട്.
ലാ തജഅൽ ഖബരി വസനൻ യുഅബദ്, ആരാധിക്കുന്ന ഒരു ബിംബമാക്കി എൻ്റെ ഖബറിനെ മാറ്റരുതേ എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. എനിക്ക് അല്ലാഹു മതി എന്ന് നമുക്ക് ഉറക്കെ പറയാൻ കഴിയുമ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വിശ്വസിച്ച് ജീവിക്കുന്ന ആളുകളായി മാറുക. അല്ലാഹു മാത്രം മതി എന്ന് പറയുന്ന ഒരു വിഭാഗവും ഇവിടെയുണ്ട്. ഇദാ ദുകിറല്ലാഹു വഹദഹു ഇസ്മഅസ്സത് ഖുലൂബുൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ. പരലോകത്തിൽ വിശ്വസിക്കാത്തവരുടെ അടയാളം എന്താണ്? അല്ലാഹു ഏകനാണ്, ഏകാരാധ്യനായ അല്ലാഹുവിനെ മാത്രം എടുത്തു പ്രസ്താവിക്കുമ്പോൾ ഇസ്മഅസ്സത് ഖുലൂബ്, അവരുടെ ഹൃദയം അറച്ചു ചുളുങ്ങുന്നതാണ്. അല്ലാഹു മാത്രം മതി എന്ന് പറയുമ്പോൾ അത് അവജ്ഞയോടുകൂടി കാണുന്ന വിഭാഗം. എന്നിട്ട് വൈദാ ദുകിറല്ലദീന മിൻ ദൂനിഹി, മറ്റുള്ളവരെ കുറിച്ച് പ്രസ്താവിച്ചാൽ, ഖബറിൽ കിടക്കുന്ന ആളെ കുറിച്ച് പ്രസ്താവിച്ചാൽ, മറ്റേതെങ്കിലും പൂജിക്കുന്ന ഏതെങ്കിലും ശേഖനെ വിളിച്ച് പ്രസ്താവിച്ചാൽ വഇദാഹും യസ്തബ്ശിറൂൻ, അപ്പോൾ അവർ സന്തോഷിക്കും. മുഹീദ്ദീൻ ശൈഖിന്റെ മദ്ഹ് പറയുമ്പോൾ, സി.എം. മടവൂരിന്റെ മദ്ഹ് പറയുമ്പോൾ, വേങ്ങര ഔലിയപ്പാപ്പയുടെ മദ്ഹ് പറയുമ്പോൾ അവർ വല്ലാതെ സന്തോഷിക്കും. അള്ളാഹുവിൻ്റെ മഹത്വം പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ കഴിവിനെ പ്രദർശിപ്പിച്ചാൽ, അല്ലെങ്കിൽ ആ കഴിവിനെ എടുത്തു പറഞ്ഞാൽ അതിനെക്കുറിച്ച് അവർ മിണ്ടാതെ മൗനത്തോടുകൂടി തലതാഴ്ത്തിപ്പോകുന്ന അവസ്ഥയുണ്ടാകും. നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ റഹ്മതക അർജു, അല്ലാഹുവേ നിന്റെ കാരുണ്യത്തിന് ഞാൻ ആവശ്യമുള്ളവനാണ്. ഫലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐൻ, കണ്ണിമ വെട്ടുന്ന നേരം പോലും എൻ്റെ കാര്യം എന്നെ ഏൽപ്പിക്കരുത് നാഥ എന്ന് പ്രാർത്ഥിച്ചവനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് മാതൃക, അതിലേക്കാണ് മടങ്ങേണ്ടത്. നമുക്ക് അല്ലാഹു മതി, ജീവിച്ചിരിക്കുമ്പോൾ അല്ലാഹു മതി, മരണപ്പെട്ടാൽ അല്ലാഹു മതി, ബർസഖി ജീവിതത്തിൽ കാമലിനായി അല്ലാഹു മതി, വിചാരണയുടെ വേളയിൽ എല്ലാ സമയത്തും അല്ലാഹു മതി. ജീവിച്ചിരിക്കുമ്പോൾ അല്ലാഹു മതി എന്ന് വിശ്വസിക്കുന്നവനാണ് ജീവിതത്തിൽ യഥാർത്ഥ വിശ്വാസം കൊണ്ടു നടന്നവൻ. ഏത് പ്രതിസന്ധിയിലും വിശ്വാസിക്ക് അല്ലാഹു മതി എന്ന വിശ്വാസം നമുക്ക് വലിയ കരുത്തു നൽകും. എന്തു വന്നാലും അല്ലാഹു കൂടെയുണ്ടെന്ന വിശ്വാസം. സർവശക്തനാണവൻ, എല്ലാം കേൾക്കുന്നവൻ, എല്ലാം കാണുന്നവൻ, ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നവൻ, ഉത്തരം നൽകുന്നവൻ. പ്രാർത്ഥിച്ചാൽ ഉത്തരം ലഭിക്കുന്ന അല്ലാഹു. വേറെ ഒരാളോട് പ്രാർത്ഥിച്ചാലും ഉത്തരം ലഭിക്കുമെന്ന് ഒരുറപ്പും ആ പ്രാർത്ഥിക്കുന്നവൻ ഉണ്ടാവുകയില്ല. വ്യാജദൈവങ്ങൾക്കൊരു കഴിവുമില്ല, എല്ലാം സൃഷ്ടികളാണ്. അല്ലാഹു എല്ലാറ്റിനും മതിയായവനാണ്. നിങ്ങൾ വിശ്വസിക്കുക, എന്നിട്ട് വിശ്വസിച്ച് മുന്നോട്ട് പോകുക, അപ്പോൾ നിങ്ങൾക്ക് ഹിദായത്ത് ലഭിക്കും. നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞാൽ നിങ്ങളെ ഭിന്നിപ്പിക്കും. തൗഹീദിൽ നിന്നും തിരിഞ്ഞു നടന്നവർ ഭിന്നിക്കും. വഴിയെ അവനെ നിനക്ക് തടുത്തു തരും. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, അവർ ഇല്ലാണ്ടാവും. വഹുവസ് സമീഉൽ അലീം, അല്ലാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. ഭരമേൽപ്പിക്കാൻ അല്ലാഹു മതി. നൂല് വേണ്ട, ഐക്കല്ല് വേണ്ട, അല്ലെങ്കിൽ ഊതിക്കിട്ടിയ വെള്ളം വേണ്ട, ഒന്നും വേണ്ട. ആരെ ഭരമേൽപ്പിക്കണം? ഹയ്യുൽ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, എല്ലാം നിയന്ത്രിക്കുന്നവൻ, എല്ലാ കാര്യങ്ങളും അറിയുന്നവൻ, നമ്മുടെ ഭാവിയും ഭൂപകവും വർത്തമാനവും, ഇനി നമുക്ക് പരലോകത്ത് അവസാനത്തിൽ എന്ത് സംഭവിക്കും, എന്തായിരിക്കും എൻ്റെ കാര്യത്തിൽ തീരുമാനമെന്ന് പോലും അറിയുന്നവൻ. ആ അല്ലാഹു എൻ്റെ ജീവിതത്തിൽ ഇടപെടും എന്നുള്ള വല്ലാത്ത വിശ്വാസം. നാം തവക്കുൽ ചെയ്യേണ്ടത് അല്ലാഹുവിനാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം ഭരമേൽപ്പിച്ചത് അല്ലാഹുവിനോടാണ്. ആ തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞതെന്താ? ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി. വനിഅമൽ വക്കീൽ, അവനാണ് ഏറ്റവും തവക്കുൽ ചെയ്യാൻ ഏറ്റവും അനുഗ്രഹീതനായവൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശത്രുക്കൾ വരുന്നുണ്ട് പരാജയപ്പെടുത്താൻ എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈമാനിന് എന്ത് സംഭവിച്ചു? അല്ലദീന ഖാല ലഹുമുന്നാസ്, ജനങ്ങൾ പറഞ്ഞു, ഇന്നന്നാസ ഖദ് ജമഊ ലക്കും,
നിങ്ങളുടെ നേരെ ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഫഖ്ശൗഹും, അവരെ പേടിക്കണം എന്ന് പറയുകയാണ്. ആ സമയത്ത് ഫസാദഹും ഈമാനാ, ഈമാൻ വർദ്ധിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അവർ പറഞ്ഞു, സഹാബത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞു, ഖാലു ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, അല്ലാഹു മതി, അല്ലാഹു മതി. ഒരു മുഅ്മിനിന് അല്ലാഹു മതി. ഭയം വന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രാർത്ഥന അതാണ്, അല്ലാഹുമ്മ ഇന്ന നജഅലുക ഫീ നുഹൂരിഹിം വ നഊദു ബിക മിൻ ശുരൂരിഹിം. അവരുടെ ബുദ്ധിമുട്ടിൽ അവരിൽ നിന്നുണ്ടാകുന്ന എല്ലാവിധ ഫിത്നകളിൽ നിന്നും അല്ലാഹുവേ നിന്നോട് അഭയം തേടുന്നു. അവരുടെ മേൽ ഉജ്ജ്വല വിജയത്തിന് ഞങ്ങൾ നിന്നോട് ചോദിക്കുകയും ചെയ്യുന്നു, അതുണ്ടാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വാഹനത്തിൻ്റെ പുറകിലിരുത്തി പഠിപ്പിച്ചതെന്താ? അഅലം, നീ അറിയണം, അന്നൽ ഉമ്മത ലജ്തമഉ അലാ യൻഫഉക ബിശൈഇൻ, ഒരു കാര്യത്തിൽ ഈ ലോകർ എല്ലാവരും ഒന്നിച്ചു, എന്നിട്ട് നിനക്കൊരു ഉപകാരം ചെയ്യണമെന്ന് വിചാരിച്ചു. ലൻ യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബല്ലാഹു ലക, അല്ലാഹു ലൗഹിൽ എഴുതി വെക്കാത്ത ഒരു ഉപകാരവും ഈ ലോകത്തെ ആർക്കും നമുക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. വലൗ ഇജ്തമഉ അലാ അൻ യദുറൂക വലം ലം യദുറൂക ഇല്ലാ ബിശൈഇൻ കതബല്ലാഹു അലൈക, നിനക്ക് ഈ ലോകത്തെ മുഴുവൻ ആളുകളും സമ്മേളിച്ചൊരു ഉപദ്രവം ചെയ്യണമെന്ന് വിചാരിച്ചെങ്കിൽ അവർക്കത് ചെയ്യാൻ കഴിയണമെങ്കിൽ ലൗഹിൽ നേരത്തെ എഴുതി വെച്ചതായിരിക്കണം. ലൗഹിലുള്ളതേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ. അത് സംവിധാനിച്ചത് മഹാസൃഷ്ടാവായ അള്ളാഹുവാണ്. അള്ളാഹു സംരക്ഷകനാണ്. അല്ലാഹു ഖൈറുൻ ഹാഫിളൻ വഹുവ അർഹമുർ റാഹിമീൻ. അള്ളാഹു ആരാം? ഏറ്റവും ഉത്തമൻ. എന്തിൽ? മറ്റുള്ളവരെ സംരക്ഷിക്കുന്നതിൽ ഏറ്റവും ഉത്തമനാണ് അള്ളാഹു. വഹുവ അർഹമുർ റാഹിമീൻ, അവൻ വളരെയധികം കാരുണ്യമുള്ളവനാണ്. മൂസാ നബി അലൈഹിസ്സലാമയുടെ അടുത്ത് വന്നു. ആര്? ഫിർഔൻ അടുത്ത് വന്നു. പിന്നിൽ ഫിർഔൻ, മുന്നിലതാ വലിയ ചെങ്കടൽ. ഇതിൻ്റെ ഇടയിൽ നിന്ന്, ആ തീരത്തു നിന്ന് ഇസ്രായേലിയർ ചോദിക്കുന്നു, ഇനി മൂസ എന്തു ചെയ്യും നമ്മൾ? ആ സമയത്ത് പ്രവാചകനായ മൂസ അലൈഹിസ്സലാം പറയുന്ന മറുപടി അതാണ് എല്ലാ പ്രതിസന്ധിയിലും മുഅ്മിൻ പറയേണ്ടത്. ഖാല, അദ്ദേഹം പറഞ്ഞു, കല്ല, അങ്ങനെ വേണ്ട, ഇന്നമായ റബ്ബി സയഹ്ദീൻ, എൻ്റെ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചു തരും. സാമ്പത്തിക പ്രതിസന്ധിയുണ്ടോ? അവിടെ പറയേണ്ട വാക്കെന്താ? എൻ്റെ കൂടെ അള്ളാഹു ഉണ്ട് എൻ്റെ സാമ്പത്തിക പ്രതിസന്ധി തീർക്കാൻ. രോഗമുണ്ടോ, വിഷമമുണ്ടോ, പ്രയാസമുണ്ടോ, എന്തെങ്കിലും നഷ്ടം സംഭവിച്ചോ, ഇനി ഭാവിയുള്ള വല്ല ആശങ്കയുമുണ്ടോ, എല്ലാറ്റിനും നമ്മുടെ കൂടെ നമ്മെ ഇഷ്ടപ്പെടുന്ന, നമ്മുടെ ഉപ്പയേക്കാൾ ഉമ്മയേക്കാൾ നമ്മളെ ഇഷ്ടപ്പെടുന്ന, നമ്മുടെ കണ്ണിനു കാഴ്ച തന്ന, നമ്മുടെ കാതിനു കേൾവി തന്ന, നമ്മുടെ രക്തചംക്രമണ വ്യവസ്ഥ ശരിയാക്കി തന്ന, കിഡ്നിക്ക് കംപ്ലൈന്റ് ഇല്ലാതെ ആ കിഡ്നിയെ സംരക്ഷിക്കുന്ന, നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്ക് പ്രശ്നമില്ലാതെ അത് സംരക്ഷിക്കുന്ന, ഓരോ മൈക്രോ സെക്കൻഡും നമ്മളെ സ്നേഹിച്ച് സംരക്ഷിച്ച് നിയന്ത്രിച്ച് കൊണ്ട് നടക്കുന്ന ആ അല്ലാഹു മാത്രം മതി എന്ന വിശ്വാസം, അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വാസം. ആ വഴിയിലേക്ക് എത്തണം. ഇത് പൊളിഞ്ഞു പോകുന്ന വഴിയാണ് ശിർക്ക്. നൂഹ് നബി അലൈഹിസ്സലാമയുടെ സമുദായത്തിലാണ് ആദ്യം ശിർക്ക് വന്നത്. നൂഹ് അലൈഹിസ്സലാമിനും ആദം അലൈഹിസ്സലാമിനും ഇടയിൽ 10 നൂറ്റാണ്ടുകൾ ഉണ്ടായിരുന്നു, 1000 വർഷങ്ങൾ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ശരിയായ ശരീഅത്തിലാണ് ജീവിച്ചത്, തൗഹീദിലായിരുന്നു അവർ ജീവിച്ചത്. പിന്നീട് അവർ ഭിന്നിച്ചു. എന്തിൻ്റെ കാര്യത്തിൽ? അള്ളാഹുവിനെ ആരാധിക്കണോ മറ്റുള്ളവരെ ആരാധിക്കണോ എന്ന വിഷയത്തിൽ. അവരിലേക്ക് അള്ളാഹു സന്തോഷവാർത്ത അറിയിക്കുന്നവരും താക്കീത് നൽകുന്നവരുമായ നബിമാരയച്ചു. വഖാലു ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദം വലാ സുബഅൻ വലാ യഊസ വയഊക നസ്റ. നസ്റിനെയും യഊഖിനെയും യഗൂസിനെയും സുവാഇനെയും വദ്ദിനെയും നിങ്ങൾ വിട്ടുകളയണം, അതൊന്നും ആരാധ്യന്മാരല്ലെന്ന് പറയാൻ പ്രവാചകന്മാർ വന്നു. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇവരെല്ലാം
നൂഹ് നബി അലൈഹിസ്സലാമയുടെ സമുദായത്തിൽ ജീവിച്ചിരുന്ന നല്ല മനുഷ്യന്മാരായിരുന്നു. അവർ മരണപ്പെട്ടപ്പോൾ പിശാച് ആ ജനതയ്ക്ക് ദുർബോധനം നൽകി. ആ പുണ്യപുരുഷന്മാർ ഇരിക്കാറുണ്ടായിരുന്ന ഇരിപ്പിടങ്ങളിൽ അവിടെ പേര് നൽകിക്കൊണ്ട് ചില പ്രതിഷ്ഠകൾ സ്ഥാപിക്കണമെന്ന് പിശാച് അവർക്ക് മന്ത്രിച്ചു കൊടുത്തു. അവരപ്രകാരം ചെയ്തു. അവർ ആദ്യം അവരെ ആരാധിച്ചിരുന്നില്ല. എന്നിട്ട് ആ പേര് സ്ഥാപിച്ച ആളുകൾ, ആ വിഗ്രഹം സ്ഥാപിച്ച ആളുകളെല്ലാം മരിച്ചുപോയി. അപ്പോൾ ഇബ്ലീസ് വീണ്ടും വന്നു. പിശാച് വന്നു പറഞ്ഞു, എന്തിനാണ് ഇവരുടെ പേര് മാത്രം എഴുതി വെച്ചത്? എന്തിനാണ് ഇവരുടെ രൂപം മാത്രം ഉണ്ടാക്കി വെച്ചത്? എന്തിനാണ്? ഇവർക്ക് അള്ളാഹുവിലേക്കൊരു കണക്ഷനുണ്ട്. ഇവർക്ക് അള്ളാഹുവിലേക്കൊരു കണക്ഷനുണ്ട്. ഈ കണക്ഷൻ വർക്കൗട്ടായാൽ നിങ്ങൾക്ക് ഇവരോട് പറഞ്ഞാൽ അള്ളാഹുവോട് ഇവർ പറഞ്ഞുകൊള്ളും എന്ന് പറയുന്ന തത്വം കൊണ്ടുവന്ന് പിശാചാണ് ആദ്യം വിഗ്രഹാരാധന തുടങ്ങിയത്. ആ വിഗ്രഹാരാധന തന്നെയാണ് ഖബറിൽ പോയി നടക്കുന്നത്. ഖബറിൽ കടത്തിയിട്ട വിഗ്രഹവും അന്ന് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ സ്വഭാവവും ഒക്കെ നിവർത്തി വെച്ച വിഗ്രഹവുമായിരുന്നു. ഈ വിഗ്രഹാരാധനക്കെതിരെ നമ്മൾ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ, പറഞ്ഞിട്ടില്ലെങ്കിൽ നാളെ നമ്മുടെ സമുദായം നരകത്തിൻ്റെ പടുകുഴിയിലേക്ക് മറിഞ്ഞു വീഴേണ്ടി വരും എന്ന ഗൗരവപരമായ ചിന്ത നമുക്ക് വേണം. അശ്ശിർകു ഫീ ഉമ്മത്തി അഖ്ഫാ മിൻ ദബീബിൻ നംലി അല സഫാം. സഫാ മലക്കുമുകളിൽ ഉറുമ്പരിക്കുന്നതിനേക്കാൾ രഹസ്യമായി ഗോപ്യമായി എൻ്റെ ഉമ്മത്തിൽ ശിർക്ക് സംഭവിക്കുമെന്ന് നബിയുനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കെട്ടി ഉയർത്തിയ മക്ബറകൾ, ഖബർ സിയാറത്ത് ഇസ്ലാമിൽ സുന്നത്താണ്, സുന്നത്താണ്, സുന്നത്താണ്. എന്തിനാണ് അത് ചെയ്യുന്നത്? രണ്ടു കാര്യത്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്. അവിടെ ചെന്നിട്ട് എന്തു ചെയ്യണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഒന്ന്, മരണചിന്തയുണ്ടാകാൻ, പരലോക ചിന്തയുണ്ടാകാൻ. ഈ ഖബറിൽ കിടക്കുന്ന ആൾ എൻ്റെ കൂടെ ജീവിച്ചവനാണ്, ഞങ്ങളൊപ്പം ഭക്ഷണം കഴിച്ചവരാണ്, ഒപ്പം കിടന്നുറങ്ങിയവരാണ്. അവൻ ഈ ലോകം വിട്ടുപോയി. ഇതേപോലെ ഒരു ദിവസം ഇവൻ്റെ അപ്പുറത്തേതെങ്കിലും ഒരു ഖബറിൽ ഞാനും ആ പച്ച മണ്ണിൽ തലവെച്ച് കിടക്കേണ്ടി വരുമെന്നൊരു ചിന്തയുണ്ടായി. അഹങ്കാരമില്ലാതെ വിനയപ്പെട്ട് ധാരാളം കർമ്മങ്ങൾ ചെയ്ത പാപങ്ങൾക്ക് തൗബ ചെയ്ത് ജീവിതത്തിൽ നന്നായി ജീവിക്കാനാണ് ഖബർ സിയാറത്ത് നടത്തുന്നത്. രണ്ടാമത്തേതെന്താണ്? ജീവിതത്തിൽ വളരെയധികം സൂക്ഷ്മത പാലിച്ച് മുന്നോട്ട് പോകൽ അനിവാര്യമാണ് എന്ന് ചിന്തിക്കുന്നതോടൊപ്പം ഖബറിൽ കിടക്കുന്ന ആൾക്ക് അയാളുടെ ഖബർ വിശാലമാകാൻ, ഖബറിലേക്ക് വെളിച്ചം വരാൻ, അയാൾക്ക് സ്വർഗത്തിൽ നിന്ന് ഖബറിലേക്ക് ഒരു വാതിൽ തുറന്നു കൊടുക്കാൻ, അയാൾ ഈ ദുനിയാവിൽ ചെയ്ത മുഴുവൻ പാപങ്ങളും പുറത്തു കിട്ടാൻ വേണ്ടി അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ നാടുകളിൽ മഹാന്മാരുടേതെന്ന് പറയപ്പെടുന്ന കെട്ടി ഉയർത്തപ്പെട്ട മക്ബറയിൽ പോകുന്നു, ആളുകൾ സന്ദർശിക്കുന്നു, അവനവന്റെ ദുനിയാവിന്റെ കാര്യം പറയുന്നു. ആഖിറത്തിന്റെ കാര്യമൊന്നും അവിടെ ചെന്ന് പറയുന്നവൾ വളരെ വിരളമായിരിക്കും. ദുനിയാവിന്റെ കുട്ടിക്ക് പരീക്ഷ ജയിക്കാൻ, സാമ്പത്തിക ബുദ്ധിമുട്ട് തീരാൻ എന്തൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. ഇതൊക്കെ ചെയ്തു തരുന്നവൻ ഏകനായ അല്ലാഹു ആയിരിക്കെ ദുർബലമായി അലിഞ്ഞുപോയ ശരീരത്തോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ എത്രമാത്രം വിഡ്ഢിത്തമാണ് ചെയ്യുന്നത്. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. പ്രധാനമായും 3 തരം ആളുകളാണ് ഖബർ സന്ദർശിക്കുന്നത്. 1, ഖബറാളിയോട് പ്രാർത്ഥിക്കാൻ. 2, അള്ളാഹുവിൻ്റെ അടുപ്പം ലഭിക്കാൻ. 3, തങ്ങളുടെ കാര്യം അള്ളാഹുവിനോട് പറയണമെന്ന് ഖബറാളിയോട് സൂചിപ്പിക്കാൻ. ഖബറാളിയോട് പ്രാർത്ഥിക്കുന്നത് വഴി അവൻ ശിർക്ക് ചെയ്യുന്നു. ഖബറാളിയോട് പ്രാർത്ഥിക്കുന്നില്ലെന്നും തങ്ങളുടെ കാര്യം അല്ലാഹുവിനോട് പറയണമെന്നും ഖബറാളിയോട് അപേക്ഷിക്കുന്നത് തെറ്റാണെന്നും മനസ്സിലാക്കുക എന്നതാണ് ഈ പ്രശ്നത്തിന് പരിഹാരം. വയഅ്ബുദൂന മിൻ ദൂനില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിന് പുറമെ ആരെയെങ്കിലും വിളിച്ചു പ്രാർത്ഥിച്ചാൽ മാല യദുർറുഹും, അവർക്കൊരു ഉപദ്രവവും വരുത്താൻ ആ ഖബറാളിക്ക് അല്ലെങ്കിൽ ആരാധിക്കപ്പെടുന്ന വസ്തുവിന് സാധിക്കുകയില്ല. വല യൻഫഉഹും, അവർക്കൊരു ഉപകാരവും ചെയ്യുകയില്ല. വയഖൂലൂന ഹൗലാഇ ശുഫാഉനാ ഇൻദല്ലാഹ്, അത് ഞങ്ങളെ ശുപാർശ ചെയ്യുന്ന ആളുകളാണ് എന്നാണ് അവർ സൂചിപ്പിക്കുക. ആ അല്ലാഹു മാത്രമാണ് സുബ്ഹാനഹു
സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ. ഇവർ എന്തിനാരാധിക്കുന്നു അതിൽ നിന്നെല്ലാം പരിശുദ്ധനാണ് അല്ലാഹു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആരാധനയിലേക്ക് നമ്മൾ തിരിച്ച് ചെന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ഇസ്ലാമും നമ്മുടെ ഈമാനും നമ്മുടെ തഖ്വയും ഒക്കെ നാളെ പരലോകത്ത് കർമ്മങ്ങളെല്ലാം പൊടിയാക്കി പാറ്റിക്കളഞ്ഞ് പാപ്പരായി നാളെ നരകത്തിലേക്ക് മുഖം കുത്തി വീണ് മുഖം കൊണ്ട് നടക്കേണ്ട അവസ്ഥയുണ്ടായിരിക്കും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഗൗരവപരമായി ചിന്തിച്ച് തൗഹീദിൽ അടിയുറച്ചു നിന്ന് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തആല അത്തരം ആളുകളിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. തൗഹീദിൻ്റെ മഹത്വവും ശിർക്കിൻ്റെ ഗൗരവമാണ് നമ്മൾ സൂചിപ്പിച്ചത്. എല്ലാറ്റിനും ഏകനായ അള്ളാഹുവിനെ മാത്രം ആശ്രയിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയായിരുന്നത് പോലെ അതിലേക്ക് നമ്മളും എത്തണം. നമ്മുടെ ഏത് പ്രശ്നം പരിഹരിക്കണമെങ്കിലും ആദ്യം അല്ലാഹു തആലയോട് ചോദിക്കണം. സലഫുകളായ ആളുകളുടെ ചരിത്രം പറയുന്നിടത്ത് അവർ തഹജ്ജുദിൽ സുജൂദിൽ ചില സമയങ്ങളിൽ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന, ഇന്ന് ഞാൻ മാർക്കറ്റിൽ പോകുന്നു, നല്ല പച്ചക്കറി അവിടെ നിന്ന് ലഭിക്കാനുള്ള തൗഫീക്ക് വേണം എന്നടക്കം അല്ലാഹു തആലയോട് സുജൂദിൽ കിടന്ന് പ്രാർത്ഥിച്ചിരുന്നു എന്ന്. എന്ത് ദുനിയാവിൻ്റെ ആവശ്യങ്ങളും ചോദിക്കാം. ഒരു വാറ് കേട് വന്ന് വാറ് നേരെയാക്കാൻ വേണ്ടി അങ്ങാടിയിൽ പോകുന്നുണ്ടെങ്കിൽ അത് ശരിയാകാൻ വേണ്ടി നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഓരോ കാര്യവും ചോദിക്കാം. നമ്മൾ ഒരു ദിവസം എത്ര ദുനിയാവിൻ്റെ പ്രതിസന്ധികളാണ് അല്ലാഹുവിനോട് പറയുന്നത്? ഒറ്റൊന്നുപോലും പറയാത്തവരുണ്ട്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി മലയാളത്തിലെ ഒരു വാചകം പോലും നാവിൽ നിന്ന് പുറത്തു വരാത്തവരുണ്ട്. അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് മരുഭൂമിയിൽ നഷ്ടപ്പെട്ട ഒട്ടകം, അതിൻ്റെ പുറത്താണ് അവൻ്റെ ഭക്ഷണം, അവൻ്റെ റൂട്ട് മാപ്പ് ആ ഒരു ഒട്ടകത്തിന് മാത്രമേ അറിയുകയുള്ളൂ. ഒട്ടകം നഷ്ടപ്പെട്ടു, ഇയാൾ മരിക്കാൻ വേണ്ടി തയ്യാറായി. ആ സമയത്തുണ്ട് ഒട്ടകം തിരിച്ചു വരുന്നു. അയാൾക്ക് ജീവൻ കിട്ടിയ സന്തോഷം. ഇതേ സന്തോഷമായിരിക്കും ഒരടിമ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാവുക എന്ന് നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എത്രമേൽ പ്രാർത്ഥിക്കാൻ സാധിക്കുമോ, എന്തൊക്കെ ചോദിക്കാൻ സാധിക്കുമോ അതൊക്കെ റബ്ബിനോട് നിരന്തരമായി ചോദിക്കുന്നത്, മഹാസിട്ടാവിനോട് നേരിട്ട് സംസാരിക്കുന്ന സംസാരങ്ങളാണ് അതൊക്കെ. അല്ലാഹുമ്മ, അല്ലാഹുവേ എന്നാണ് അർത്ഥം. അല്ലാഹുവിനോട് നേരിട്ട് സംസാരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ഹലാവത്ത്, ഇതിൻ്റെ ഒരു മാധുര്യം, ഇതിൻ്റെ ഒരു സന്തോഷം. രാജാതിരാജനായ അല്ലാഹു, ഇവിടെ വന്ന മുഴുവൻ രാജാക്കന്മാർക്കും അധികാരം കൊടുത്ത അല്ലാഹു, നമുക്കെല്ലാവർക്കും നമ്മുടെ സ്ഥലവും വീടും പറമ്പും നാടും സമാധാനവും തന്ന അല്ലാഹു തആല, ആ അല്ലാഹുവിനോട് നേരിട്ട് സംസാരിക്കുന്നതാണ് പ്രാർത്ഥന. അങ്ങനെ സംസാരിക്കാൻ, ധാരാളമായി പ്രാർത്ഥിക്കാൻ, എന്തൊക്കെ വേണോ അതൊക്കെ ചോദിക്കാൻ, നമ്മുടെ മനസ്സ് തുറന്ന് അല്ലാഹുവിനെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. ആ സമയത്ത് നമുക്ക് തൗഹീദിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കും. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഖ്ലിസൻ ഫി ഖൽബിഹി, ഹൃദയം കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറപ്പിച്ചു പറഞ്ഞോ, ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. ആ ഇഖ്ലാസുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹുവിൻ്റെ ആളുകളായി മാറാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. അല്ലാഹു തആല ഇഖ്ലാസോടുകൂടി തൗഹീദ് നിലനിർത്തുന്ന സത്യവിശ്വാസികളിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ശിർക്കിൻ്റെ ആളുകളെ വേറെ നിർത്തുമ്പോൾ, തൗഹീദിൻ്റെ ആളുകളെ വേറെ നിർത്തുമ്പോൾ, തൗഹീദിൻ്റെ ഇസ്സത്തുള്ള മുഅ്മിനീങ്ങളിൽ കൂടിച്ചേരാനുള്ള തൗഫീഖിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. മീസാനിൽ കനം തൂങ്ങുന്ന ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. സിറാത്തിന്റെ പാലത്തിലൂടെ കണ്ണിമ വെട്ടുന്നതിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാനുള്ള അമലു സ്വാലിഹാത്തുകൾ ചെയ്യാനുള്ള തൗഫീഖിനെ ദുനിയാവിൽ അല്ലാഹു തആല നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല അർഹമായ പ്രതിഫലവും ശിഫാവും ആജിലും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും മരിച്ചുപോയ ആളുകൾ അവരുടെ ഖബർ വിശാലമാക്കി അവരെയും നമ്മളെയും അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ.
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين اللهم صل على محمد.